നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും കുടുംബദേവതയുടെ കോപമുണ്ടോ എന്ന് അറിയുവാനുള്ള അടയാളങ്ങൾ ഇവയൊക്കെയാണ്. കുടുംബദേവതയുടെ കോപം അല്ലെങ്കിൽ കുടുംബദേവതയുടെ കോപമൊക്കെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഉണ്ട് എങ്കിൽ ഇവയൊക്കെയാണ് ലക്ഷണങ്ങൾ. മാത്രമല്ല, കുടുംബദേവത നിങ്ങളുടെ മേൽ കോപത്തിലാണോ എന്ന് അറിയാൻ ചില അടയാളങ്ങളുണ്ട്. ഒന്നാമതായി, നിങ്ങൾ കുടുംബക്ഷേത്രത്തിൽ പോയി വരുമ്പോഴെല്ലാം വീട്ടിൽ കലഹങ്ങളും വഴക്കുകളും ഉണ്ടാകും. രണ്ടാമതായി, കുടുംബക്ഷേത്രത്തിൽ പോകുവാൻ കഴിയാത്ത വിധത്തിൽ തടസ്സങ്ങൾ വരും. അങ്ങനെ അവിടെ പോയാലും പൂജയിൽ പങ്കെടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. നിങ്ങൾ ചിന്തിക്കുന്നത് ഒന്നും തന്നെ നടക്കില്ല, മറ്റൊന്നായിരിക്കും നടക്കുന്നത്. മൂന്നാമതായി, കുടുംബത്തിൽ ഒരാൾക്ക് മാത്രം നിങ്ങളോടൊപ്പം ക്ഷേത്രത്തിൽ വരുവാൻ കഴിയാത്ത അവസ്ഥ സാഹചര്യം ഉണ്ടാകും. നാലാമതായി, കുടുംബദേവതയുടെ ക്ഷേത്രത്തിൽ പോകുന്നതിന് മുൻപോ ശേഷമോ അപകടങ്ങൾ ഉണ്ടാകും. അഞ്ചാമതായി, ക്ഷേത്രത്തിൽ കയറിയാൽ ഉടനെ തന്നെ നമ്മുടെ കാലിൽ വണ്ടോ അല്ലെങ്കിൽ കട്ടുറുമ്പോ കടിക്കും. ആറാമതായിട്ട്, ക്ഷേത്രത്തിൽ കയറിയ ഉടനെ കാലിൽ രക്തം വരുന്ന മുറിവുകൾ ഉണ്ടാകും. ഏഴാമതായി, ക്ഷേത്രത്തിൽ പോയി വന്നതിന് ശേഷം അസുഖങ്ങൾ നമ്മെ ബാധിക്കും. മനസ്സിന് സമാധാനമില്ലാതെ പൂജകളിൽ പങ്കെടുക്കേണ്ടി വരും. തുടർച്ചയായിട്ട് ഈ കഷ്ടതകൾ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടേയിരിക്കും. ഇതുപോലെയൊക്കെ സംഭവിച്ചാൽ നിങ്ങളുടെ വീട്ടിൽ കുടുംബദേവതയ്ക്ക് വേണ്ടി എന്നും ഒരു വിളക്ക് കത്തിച്ച് ഞങ്ങൾ അറിയാതെ ചെയ്തുപോയ പാപത്തെ ക്ഷമിക്കണമേ, ഒരു തടസ്സവുമില്ലാതെ അവിടുത്തെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം എന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ ചെയ്താൽ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും തിരികെ വരും. നിങ്ങൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയൂ, ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ. അപ്പോൾ എൻ്റെ സന്ധ്യാപ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ്. അതിനായിട്ട് നിങ്ങളുടെ ജന്മനക്ഷത്രവും പേരും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നമഃ ശിവായ.